ഇത്തവണ ഓണം എക്സാമിന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും റിവ്യൂ റൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇത് ഏറ്റവും കൂടുതൽ സാധ്യത ചോദിക്കാൻ ദ ടോയ്ലറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനാണ്. ഇനി അതല്ല ആ ചാപ്റ്റർ നല്ല ചോദിക്കുന്നുണ്ടെങ്കിലും ഏത് ചാപ്റ്റർ എന്ന് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന ഒരു കോലത്തിലാക്കി തരാം. കുറച്ച് കാര്യങ്ങളും കുറച്ച് ഇതിൻ്റെ ഒരു ഫോർമാറ്റും കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചു തരാം. ഇനി നമ്മളൊരു പോയത്തിന് അപ്രിസിയേഷൻ എഴുതൂലേ, ആസ്വാദനക്കുറിപ്പ് എഴുതൂലേ, അതുപോലെ തന്നെയുള്ളൂ നമ്മളൊരു കഥയ്ക്കോ ഒരു മെമ്മോയറിനൊക്കെ നമ്മളൊരു റിവ്യൂ എഴുതുന്നത്. അത്രയും സിമ്പിളാണ്. ഓക്കെ, ഇവിടെ നമുക്കൊരു SCERT പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ മോഡൽ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്തൊക്കെ പോയിന്റുകളാണ് ഇതിൽ കൊടുക്കേണ്ടതെന്നുള്ളത്. ദ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ദ സ്റ്റോറി ദ ടോയ്ലറ്റ് ഫൈൻഡ്സ് ദ ടോയ്ലറ്റ് ആസ് എ പ്ലേസ് ദാറ്റ് സേഫ് ഗാർഡ്സ് ഹർ ആൻഡ് ഫോസ്റ്റർ എ ക്രിയേറ്റിവിറ്റി. In the light of your reading of the story, prepare a review of the story focusing on its theme, characterization and development of the plot. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമ്മുടെ റൈറ്ററിനെ കുറിച്ചിട്ട് റൈറ്റർ ആ ഒരു ടോയ്ലറ്റിനെ എങ്ങനെയായിരുന്നു കണ്ടത് എന്നിവിടെ പറയുന്നുണ്ട്. സേഫ് ഗാർഡ്സ് ഹർ ആൻഡ് ഫോസ്റ്റർ ഹർ ക്രിയേറ്റിവിറ്റി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിന്റെ തീമുകൾ എന്താ, ക്യാരക്ടേഴ്സിന് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ഇതിന്റെ ഒരു പ്ലോട്ട് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. പ്ലോട്ട് എന്ന് വെച്ചാൽ എന്താ, പേടിക്കണ്ട. പ്ലോട്ട് എന്ന് വെച്ചാൽ കഥ എങ്ങനെയാണ്, അതിന്റെ ഒരു ഓർഡർ എങ്ങനെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് അതിൽ നടക്കുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കാണിച്ചു തരാം. ഒന്നാമതായിട്ട് നമ്മളോട് തീം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 തീമുകൾ ഇതിലുള്ളൂ. ഒന്നാമത്തെ തീം എന്ന് പറയുന്നത് ഡ്രീംസ് വേഴ്സസ് റിയാലിറ്റി ഓഫ് ലൈഫ്. ഇതിൽ അവൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാം. അവൾ ഒരുപാട് സ്വപ്നം കണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ റിയാലിറ്റി അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. അവളുടെ റിയാലിറ്റി എന്തായിരുന്നു? ഷീ ഹാസ് സ്ട്രഗിൾഡ് എ ലോട്ട്, അല്ലെങ്കിൽ ഷീ ഹാസ് ഫേസ്ഡ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് എന്ന് നമുക്ക് കാണാം. അതായിരുന്നു അവളുടെ റിയാലിറ്റി എന്ന് പറയുന്നത്. ഇനി അവൾ ഈ പ്രശ്നങ്ങൾക്കിടയിലും despite having a lot of problems, she finds hope and creativity in difficult situations. വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന സിറ്റുവേഷൻസിൽ പോലും അവൾ പ്രതീക്ഷ കണ്ടെത്തിയിരുന്നു, ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ക്രിയാത്മകതയെ കണ്ടെത്തിയിരുന്നു എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇതിൽ മൂന്നാമതായിട്ട് വരുന്ന ഒരു തീമാണ് ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ സ്പേസ് ഫോർ സെൽഫ് എക്സ്പ്രഷൻ. വളരെ ക്രിയേറ്റീവായ ആളുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അവർക്ക് കുറച്ച് പ്രൈവറ്റ് സ്പേസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ടൈം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സെൽഫ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നമ്മുടെ റൈറ്ററിലൂടെ ഇവിടെ കാണിച്ചു തരുന്നത് ഇവിടെ ഒരു പേഴ്സണൽ സ്പേസ് നമ്മളെ എത്രത്തോളം ഒരു സെൽഫ് എക്സ്പ്രഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മളെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കാണിച്ചു തരുന്നുണ്ട്. ഇനി ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ക്യാരക്ടർ ആരാ? നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ് അല്ലെങ്കിൽ മെലോപ്പെ എന്ന് പറയുന്ന ക്യാരക്ടർ. അവർ യങ് ആയിട്ടുള്ള, ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള, ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എന്താണ് പറയുന്നത്? ഡിറ്റർമൈൻഡ് എന്ന് വെച്ചാൽ ദൃഢനിശ്ചയം എന്നാണ് പറയാം. ക്രിയേറ്റീവ് എന്ന് വെച്ചാൽ ക്രിയാത്മകത, ഭയങ്കര ക്രിയേറ്റീവായിട്ട് എഴുത്ത് വായനയൊക്കെ ചെയ്യുന്ന പോലെ. ഹോപ്പ്ഫുൾ എന്ന് വെച്ചാൽ എന്താ, ഇത്രയും ഡിഫിക്കൽട്ടായ സിറ്റുവേഷൻ ഉണ്ടായിട്ട് പോലും ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു ക്യാരക്ടറായിരുന്നു നമ്മുടെ മെലോപ്പെ എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മുടെ മോളോ എന്ന് പറയുന്ന സിസ്റ്റർ ആണല്ലേ, ഭയങ്കര കെയറിംഗ് ആണ്, പക്ഷെ കുറച്ച് സ്ട്രിക്റ്റ് ആവാനുള്ള കാരണം എന്താ? ഷീ വാസ് ഓൾവേസ് വറീഡ് അബൌട്ട് ലൂസിങ് എ ജോബ്, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു നമ്മുടെ സിസ്റ്റർക്ക്. പിന്നെ മൂന്നാമത്തെ ഒരു മൂരാച്ചി ക്യാരക്ടർ ഉണ്ടായിരുന്നു നമ്മുടെ മുതലാളിച്ചി മാഡം ഇൻഡിഫറൻ്റ് ആണ്, റെപ്രസെന്റ്സ് റെസ്ട്രിക്ഷൻസ്. ഇൻഡിഫറൻ്റ് വെച്ചാൽ ഉദാസഭാവം, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കാരുണ്യം ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഇൻഡിഫറൻ്റ് എന്ന് നമ്മൾ പറയാം. ഇനി ഇതിന്റെ പ്ലോട്ട് ഡെവലപ്മെന്റിനെ കുറിച്ച് 4 വാക്ക് ഞാൻ പറഞ്ഞുതരാം. പ്ലോട്ട് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ കഥ നടക്കുന്നതിന്റെ ഒരു ഓർഡർ ആണ് ശരിക്കും പ്ലോട്ട് ഡെവലപ്മെന്റ്. ഒന്നാമതായിട്ട് പ്രൊട്ടാഗണിസ്റ്റ് ഫീൽസ് ലോൺലി ആൻഡ് സ്റ്റക്ക് ഇൻ ജോഹന്നാസ്ബർഗ്. അവൾ മെട്രിക് എക്സാം കഴിഞ്ഞ ശേഷം സിസ്റ്ററിന്റെ അടുത്തേക്ക് ജോഹന്നാസ്ബർഗിലേക്ക് പോകുന്നില്ലേ, അവിടെ അവൾ ഭയങ്കര ബോർഡാണ്, ലോൺലി ആണ്, സ്റ്റക്കാണ് എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അതിനുശേഷം ഷീ ഫൈൻഡ്സ് എ പാർക്ക് ടോയ്ലറ്റ് ദാറ്റ് ബിക്കംസ് ഹെർ സീക്രട്ട് റൈറ്റിംഗ് പ്ലേസ്. അവൾ എഴുതാൻ അവൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു പ്രൈവറ്റ് പ്ലേസ്, ഒരു പ്രൈവറ്റ് ടൈമൊക്കെ അവൾക്ക് കിട്ടിയിരുന്നത് ഒരു പബ്ലിക് പാർക്കിൽ ഉണ്ടായിരുന്ന ഒരു ടോയ്ലറ്റിൽ വെച്ചിട്ടായിരുന്നു. ഷീ റൈറ്റ്സ് പോയിംസ് ആൻഡ് സ്റ്റോറീസ് ദർ. അവൾ അവിടെ എഴുതുന്നത് കവിതകളും കഥകളൊക്കെയാണ് മെയിനായിട്ട് അവൾ അവിടെ എഴുതിക്കൊണ്ടിരുന്നത്. ഇനി ഒരു ഇൻസിഡന്റിനെ കുറിച്ചിട്ടാണ് പിന്നീട് നമ്മൾ ഈ ഒരു മെമ്മോറിയൽ കാണുന്നത്. ആൻ ഇൻസിഡന്റ് വിത്ത് മാഡംസ് ഡോഗ്സ് ക്രിയേറ്റ് ടെൻഷൻ. ഈ ഒരു മെമ്മോറിയൽ കുറച്ച് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്നാമത് ഇവളിവിടെ ഒളിച്ച് താമസിക്കുന്നത് ഈ മുതലാളിച്ച് മാഡം അറിഞ്ഞു കഴിഞ്ഞാൽ ഇൽ ബി വെരി പ്രോബ്ലമാറ്റിക്. സോ ഷീ വാസ് ഹൈഡിങ് ഇൻ ദ സറൗണ്ടിങ്സ് ഓഫ് ദ ഹൗസ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ മാഡമിന്റെ ഡോഗ്സ് ഇവളെ കാണാനിടയും അൾട്ടിമേറ്റ്ലി മാഡം തന്നെ ഇവളെ മെലോപ്പനെ കാണാനിടയാവുകയും അതിനുശേഷം നമ്മുടെ സിസ്റ്റർ കുറച്ച് ആംഗ്രി ആവുന്നതൊക്കെ നമ്മൾ ഈ മെമ്മോറിയൽ കണ്ടിട്ടുണ്ടായിരുന്നു. One day the toilet is locked. She accepts it and keeps writing elsewhere. ഒരു ദിവസം അവൾ ഈ ഒരു ടോയ്ലറ്റിലേക്ക് എഴുതാൻ വേണ്ടി വന്ന സമയത്ത് അവൾ എന്താ കാണുന്നത്? ആ ടോയ്ലറ്റ് ലോക്ക് ചെയ്തിരിക്കുന്ന കണ്ടത്. ആൻഡ് ദാറ്റ് ഡേ ഷീ റിയലൈസസ് ദാറ്റ് ഇറ്റ് വാസ് നെവർ ട്രൂലി ഹേഴ്സ്, അല്ലെങ്കിൽ അവളുടെ ആയിരുന്നില്ല ആ സ്ഥലം എന്നുള്ളത് വളരെ പെയിൻഫുള്ളി അവൾ അക്സെപ്റ്റ് ചെയ്യാണ്. ഷീ അക്സെപ്റ്റ്സ് ഇറ്റ് ആൻഡ് കീപ്സ് റൈറ്റിംഗ് എൽസ്വെയർ. അവൾ ഒരു പാർക്ക് ബെഞ്ചിൽ ഇരുന്നുകൊണ്ടാണ് പിന്നീട് അവളുടെ കഥ ഫിനിഷ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റിവ്യൂവിൽ കൊടുക്കേണ്ടത്. എന്തൊക്കെയായിരുന്നു? ഒന്ന് തീമാണ്, 2 ക്യാരക്ടേഴ്സ് എങ്ങനെയൊക്കെയാണ്, ആ ക്യാരക്ടേഴ്സ് എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത് എന്നുള്ളതാണ്. മൂന്നാമത് ഈ ഒരു പ്ലോട്ട് അല്ലെങ്കിൽ കഥ എങ്ങനെയാണ് പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ കൊടുക്കേണ്ടത്? നമ്മൾ ഒരു റിവ്യൂവിൽ കൊടുക്കേണ്ടത് കേട്ടോ. സോ ഈ ഒരു നോട്ട് ഞാൻ എവിടെ കൊടുക്കാം? നമ്മുടെ
ഓണം എക്സാമിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഓണം സ്പെഷ്യൽ കമ്മ്യൂണിറ്റിയിൽ കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ട് മാത്രമായിരിക്കില്ല, നിങ്ങൾക്ക് ഓണം എക്സാമിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. PYQ അവിടെ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നോട്ടുകൾ, ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി, ഗ്രാമർ ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള എല്ലാം ഞാൻ അവിടെ കൊടുക്കാം. നിങ്ങൾ അതിലേക്കൊന്ന് ജോയിൻ ചെയ്താൽ മാത്രം മതിയാവും. അതുപോലെ തന്നെ നമ്മൾ ഇനി ബാക്കിയുള്ള ഡിസ്കോഴ്സുകളും ഗ്രാമറും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഇനി വരാൻ പോകുന്ന ലൈവുകളിലായിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളിതാ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ എനിക്ക് കുറച്ചും കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് എനിക്ക് ഇങ്ങോട്ട് തരണം. അതുപോലെ തന്നെ നിങ്ങളിത് പരമാവധി പേരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ടെൻഷനുള്ള കാര്യങ്ങൾ എന്താണെന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻസിലൂടെയാണ് നിങ്ങൾ പരമാവധി എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, അടുത്ത ലൈവിൽ കാണാം. ബൈ ബൈ.